പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ കണ്ണുകളും പെരുന്നയിലേക്കാണ്. 11 വർഷത്തെ അകൽച്ച അവസാനിപ്പിച്ച് രമേശ് ചെന്നിത്തല NSS ആസ്ഥാനത്തെത്തി. മന്നം ജയന്തിയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം അല്പസമയത്തിനകം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സാമുദായിക സംഘടനകളുടെ പിന്തുണയോടെ കോൺഗ്രസിൽ കരുത്താർജിക്കാനാണ് ചെന്നിത്തലയുടെ നീക്കം. ഇപ്പോൾ ജി സുകുമാരൻ നായർ സമ്മേളന വേദിയിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. കെ മുരളീധരനും ഇപ്പോൾ സമ്മേളന നഗരിയിൽ എത്തിയിട്ടുണ്ട്. NSS, SNDP, സമസ്ത തുടങ്ങി സമുദായ സംഘടനകളുടെ പിന്തുണയോടെ മുൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ താക്കോൽ സ്ഥാനത്തേക്ക് എത്തുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പെരുന്നയിൽ നിന്ന് റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പെരുന്നയിലെ മന്നം ജയന്തി ആഘോഷവേദിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മിക്കവാറും അവിടെ എത്തിയിട്ടുണ്ട്. കെ മുരളീധരൻ എത്തിയിട്ടുണ്ട്, ജ്യോതികുമാർ ചാമക്കാലയുണ്ട്, ഒപ്പം രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ചടങ്ങുകൾ ആരംഭിക്കുകയാണോ? എപ്പോഴാണ് ചടങ്ങുകൾ? ഇപ്പോൾ മന്നത്ത് പെരുന്നയിൽ മന്നം ജയന്തിയുടെ ആഘോഷ പരിപാടികൾക്കായി ആമുഖ പ്രസംഗത്തിനായൊക്കെ ഇപ്പോൾ ജി സുകുമാരൻ നായർ വേദിയിലേക്ക് എത്തുകയാണ്. ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം, മന്നം സമാധിയിലെത്തിയതിനു ശേഷമായിരിക്കും ഈ സ്റ്റേജിലേക്ക് പോവുക, അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ രമേശ് ചെന്നിത്തല ഗസ്റ്റ് ഹൌസിൽ, NSS ആസ്ഥാനത്ത് ഗസ്റ്റ് ഹൌസിൽ പരിപാടിക്കായി കാത്തിരിക്കുന്നു. അല്പം മുമ്പ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഈ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇനി രമേശ് ചെന്നിത്തലയും ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥികളും ഇവിടെ മന്നം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് വേദിയിലേക്ക് പോവുക. അല്പം മുമ്പാണ് കെ മുരളീധരനും എത്തിയത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. ഈ മന്നം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയാണ് ഇവിടെ കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി പേരുണ്ട്. അവർ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് ഈ പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തുക. നമ്മൾ ഇതിൽ കാത്തിരിക്കുന്നത് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ ആമുഖ പ്രസംഗമാണ്. ഓരോ മന്നം ജയന്തി ദിനത്തിലെയും പ്രസംഗത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ ഉണ്ടാകാറുണ്ട്. മാത്രമല്ല, ഈ തവണ പ്രത്യേകത, മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയ രമേശ് ചെന്നിത്തല 11 വർഷത്തിന് ശേഷം ഈ NSSുമായുള്ള പിണക്കം മാറി തിരിച്ച് NSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയിലേക്ക് എത്തുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസംഗം സ്വാഭാവികമായും ഇതിൽ ജി സുകുമാരൻ നായരുടെ പ്രസംഗത്തിന് പിന്നാലെ ഉദ്ഘാടന പ്രാസംഗികനായി രമേശ് ചെന്നിത്തല എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രസംഗത്തിൽ പരാമർശിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും നേരെ പെരുന്നയിലെത്തി നേരെ ജി സുകുമാരൻ നായരുടെ ഓഫീസിലേക്കാണ് രമേശ് ചെന്നിത്തല എത്തിയത്. അതിനുശേഷം ഗസ്റ്റ് ഹൌസിൽ കാത്തിരിക്കുകയായിരുന്നു. ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു വിശദമായ ചർച്ചകളോ അങ്ങനെയുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരുന്നില്ല. ഒന്ന് കണ്ട് നേരെ ഗസ്റ്റ് ഹൌസിൽ അവിടെ കാത്തിരിക്കുകയാണ്. ഏതായാലും കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ അവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നു. ഒട്ടേറെ നേതാക്കളുണ്ട്. സാധാരണ ഈ മന്നം ജയന്തി ദിനത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പെരുന്നയിൽ എത്തുന്നത് പതിവാണ്. സമാനമായ രീതിയിൽ തന്നെ മറ്റു രാഷ്ട്രീയ നേതാക്കൾ നേരത്തെ നമ്മൾ കെ സുരേന്ദ്രനെ കണ്ടതാണ്. അതുപോലെ തന്നെ PK കൃഷ്ണദാസ് BJPയുടെ, രാവിലെ PC ജോർജ് ഉണ്ടായിരുന്നു, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, അങ്ങനെയുള്ള ഒട്ടേറെ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ, PC വിശ്വനാഥും രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെയുള്ള നേതാക്കളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും പ്രധാനമാവുന്നത് ഈ രമേശ് ചെന്നിത്തല ഈ മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് കോൺഗ്രസിനകത്തുണ്ടാക്കുന്ന ചലനങ്ങളാണ്. UDFനകത്ത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഇന്നത്തെ ജി സുകുമാരൻ നായരുടെ പ്രസംഗമാണ്, ആമുഖ പ്രസംഗമാണ്. അതിലെ പരാമർശങ്ങൾ എന്തൊക്കെ ആകും എന്നതാണ് അരുൺകുമാർ. ഇപ്പോൾ പെരുന്നയിലെ തിരക്കാണ് പ്രേക്ഷകർ കാണുന്നത്. പെരുന്നയിൽ വിവിധ കരയോഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പെരുന്നയിലെ ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. മന്നം ജയന്തി 148ാമത് മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ കെ മുരളീധരൻ മന്നം സമാധിയിലേക്ക് വരുന്നു. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും അല്പസമയത്തിനുള്ളിൽ മന്നം സമാധിയിലേക്ക് എത്തുന്നതായിരിക്കും. രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം രാഷ്ട്രീയ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ വേഗം തിരിച്ചു വരാം. അല്പസമയത്തിനുള്ളിൽ സമാധിയിൽ ജി സുകുമാരൻ നായർക്കൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടക്കമുള്ളവരെത്തും. അതിനുശേഷം സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരിക്കും ആമുഖ പ്രസംഗമുണ്ടാവുക.